ടോക്സിക് യാഷ് നായകനായ സിനിമയാണ്. ഇന്നലെ സിനിമ റിലീസായിട്ടുണ്ടായിരുന്നു. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഞാൻ ഇന്നലെ സിനിമ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. അതായത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഷോകളിലൊന്ന് വെളുപ്പിന് 6 മണിയുടെ ഷോ ആയിരുന്നു. എന്നിട്ട് റിവ്യൂ ഇടാൻ വിട്ടുപോയതല്ല, അതിനുള്ള ത്രാണിയില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനൊരു കോമയിലായി പോയ പോലായി. എന്നിട്ട് ഇന്ന് രാവിലെ കണ്ണു തുറന്നപ്പോഴാണ് ഓക്കെ ആയത്. അതാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത്. ഇതിനോടകം തന്നെ പലരും പല പ്ലാറ്റ്ഫോമുകളിലായിട്ട് വീഡിയോ റിവ്യൂ ചെയ്തിട്ടുണ്ട് ഈ സിനിമയുടെ. അതൊക്കെ നിങ്ങൾ അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ഒരു അഭിപ്രായം അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന് ഒരു രണ്ട് അഭിപ്രായം ഇല്ല. നമുക്ക് ചില സിനിമകൾ ഒട്ടുമിക്ക സിനിമകൾ നമുക്ക് പറയും ഇത് എനിക്ക് വർക്കായി, ചിലപ്പോൾ നിങ്ങൾക്ക് വർക്കാകാം. ഇത് അങ്ങനത്തെ ഒരു സിനിമയല്ല. ഇപ്പോൾ റീസെൻ്റ്ലി മലയാളത്തിൽ കാട്ടാളൻ എന്നൊരു സിനിമ ഇറങ്ങിയില്ല. അതൊക്കെ ഒറ്റ അഭിപ്രായമുള്ളൂ. ഇതും അതുപോലെയാണ്. ഇത് അതിലും അപ്പുറമാണ്. ഇതൊരു ഒറ്റ അഭിപ്രായമുള്ളൂ. യുനാനിമസ്ലി ഒറ്റ അഭിപ്രായം ഈ സിനിമയ്ക്ക് വരത്തുള്ളൂ. അതായത് വെറും മോശം സിനിമ, വളരെ മോശം സിനിമയാണ്. ഒരു ഗജരാജ ഗുണ്ടാണ് ഈ സിനിമ. ഗീതു മോഹൻദാസാണ് ഈ സിനിമയുടെ സംവിധായക. പുള്ളിക്കാരുടെ കഥ തന്നെയാണ്. ആദ്യം പുള്ളിക്കാരി തന്നെയായിരുന്നു ഇതിൻ്റെ, അതായത് റിട്ടേൺ ആൻഡ് ഡയറക്ടർ ബൈ ഗീതു മോഹൻദാസ് ആയിരുന്നു. പിന്നെ റൈറ്റിങ്ങിൽ യാഷും കൂടെ കോ റൈറ്ററായിട്ട് വന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ നമുക്ക് അറിയാനുണ്ട്. ഈ സിനിമയെ പറ്റി ഞാൻ പറയില്ല, കൂടുതൽ ഞാൻ വലിച്ചു നീട്ടുന്നില്ല റിവ്യൂസ്, കാരണം നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ട്. പിന്നെ അതല്ലാതെ തന്നെ എനിക്കും കൂടുതലൊന്നും പറയാനില്ല, മൊത്തം നെഗറ്റീവേ ഉള്ളൂ. ഞാൻ ഇന്നലെ തന്നെ ട്വിറ്ററിൽ എൻ്റെ ഒരു റിവ്യൂ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് തന്നെ ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാം. ഇന്നലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്, നിങ്ങൾ ഈ സിനിമ കാണുന്നതിലും, അതായത് ഈ സിനിമയ്ക്ക് നിങ്ങൾക്ക് പോകാൻ ഇപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ അതിലും നല്ലത് നിങ്ങൾ ഓണം ആഘോഷിക്കുന്നതാണ്. അതായത് അതിലും നല്ലതെന്നല്ല, അത് ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങൾ ഓണം പോയി ആഘോഷിക്കൂ. കാരണം നമ്മുടെ പൈസയ്ക്ക് വിലയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സമയത്തിന് അതിലേറെ വിലയുള്ളതാണ്, അതുപോലെ തന്നെ നമ്മുടെ സന്തോഷത്തിന് അതിലും ഒരുപാട് ഏറെ വിലയുള്ളതാണ്. അപ്പം എന്തിന് നമ്മുടെ പൈസയും സമയവും സന്തോഷവും കളഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ദുരന്തം, ഒരു അട്ടർ വേസ്റ്റ് സിനിമയ്ക്ക് പോകുന്നു? ഒരു പോസിറ്റീവ് ഇല്ലാത്ത ഒരു നാടകം, തനി ലോക്കൽ നാടകമാണ് ഈ സിനിമ. ഒരു പോസിറ്റീവ് ഇല്ല ഇതിൽ. ആപ്പാടെ സ്റ്റുഡിയോയിൽ നിന്ന് വിട്ട്, അതായത് നാടകം സെറ്റാണ് മൊത്തം. അതിൽ പുറത്ത് പോയി ഷൂട്ട് ചെയ്തിരിക്കുന്നത് രണ്ട് ഷോട്ടേ ഉള്ളൂ. ഒരെണ്ണം ഒരു ബീച്ചിലെ ഷോട്ട്, പിന്നെ ഒരെണ്ണം എവിടെയാണെന്ന് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. ഈ രണ്ട് ഷോട്ടേ ഉള്ളൂ, ഉറപ്പാണ് 2 ഷോട്ടേ ഉള്ളൂ. ഇത് കാണുമ്പോൾ തിയേറ്ററിൽ മൊത്തത്തിൽ ഒരു നെടുവീർപ്പായിരുന്നു. കാരണം ഭാഗ്യം, ഇപ്പോൾ കണ്ണിനൊരു ആശ്വാസം വന്നു ഇപ്പോൾ, അല്ലെങ്കിൽ ഈ തട്ടിക്കൂട്ട് സെറ്റപ്പിൽ നിന്ന് മാറിയത് ഇപ്പോൾ, അങ്ങനത്തെ ഒരു ഫീൽ വന്നേ. അപ്പോൾ അത്ര ഒരു ലോക്കൽ നാടകം, കഥയെ പറ്റിയൊന്നും പറയാനില്ല ഈ സിനിമയ്ക്ക്. എനിക്ക് ആകെ ഈ സിനിമയിലെ നല്ലതെന്നുള്ളതിലുപരി ഒരു എന്തെങ്കിലും ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് നല്ലതെന്നുള്ളതിന് അവസാനം ഭാഗത്തൊരു ചെറിയ ട്വിസ്റ്റ് വരുന്നുണ്ട്. അതുമായിട്ട് ബേസ് ചെയ്തായിരിക്കും ഉറപ്പായിട്ടും ഗീതു മോഹൻദാസിൻ്റെ 1 ലൈൻ പ്രിപ്പയർ ചെയ്തിട്ട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടാവുക, ഇപ്പം യാഷിനെ ഉൾപ്പെടെ സമീപിച്ചിട്ടുണ്ടാവുക. അത് രസമുള്ളതാണ്. പക്ഷേ അത് ഈ സിനിമയുടെ പോസിറ്റീവായിട്ട് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്കുള്ള എൻ്റെ റേറ്റിംഗ് ഞാൻ ഇപ്പോഴേ പറയാം. 0/5 ആണ് ഈ സിനിമയുടെ റേറ്റിംഗ്. അതിന് ഒരു 0.5 പോലും എനിക്ക് കൊടുക്കാൻ താല്പര്യമില്ല. കാരണം അതല്ലാതെ നോക്കുമ്പോൾ കൊള്ളാം, പക്ഷേ ഈ ഒരു സിനിമയായിട്ട് എങ്ങനെ അത് മാച്ച് ആവുന്നു എന്നുള്ള പോലെ ഇരിക്കുമല്ലോ. ഈ സിനിമയായിട്ട് ഒരു തരത്തിലും മാച്ചില്ല. ആ ഒരു ട്വിസ്റ്റും മാച്ചില്ല. അതുപോലെ തന്നെ ഇത് അങ്ങനെ അല്ലായിരുന്നു. ഇത് യാഷിനെ പോലത്തെ ഒരു വലിയ സ്റ്റാറിനെ അപ്രോച്ച് ചെയ്തപ്പോൾ തന്നെ ഈ സിനിമ ഫ്ലോപ്പായി. കാരണം ഈ കഥ ഒരു മീഡിയം ലെവൽ സ്റ്റാർ വാല്യൂ ഉള്ള ഒരാളെ വെച്ചിട്ട് പ്രോപ്പറായിട്ട് എടുത്തിരുന്നെങ്കിൽ, വൃത്തിയായിട്ട് ഒരു ചെറിയ ബഡ്ജറ്റിൽ എടുത്തിരുന്നെങ്കിൽ, നമ്മളിപ്പോൾ കൊറിയയിലെ വലിയ സിനിമകളൊക്കെ സൈക്കോളജിക്കൽ, ഇത് മറ്റേ കൾട്ട് ക്ലാസിക്ക് അല്ലെങ്കിൽ ലോകോത്തര നിലവാരം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പോകുന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ അല്ലായിരുന്നു അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. 0% ഇങ്ങനെ അല്ലായിരുന്നു അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. 1% പോലും ശരിയില്ല. അങ്ങനെ എടുത്തിരുന്നെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ നിന്നൊരു മികച്ച സൈക്കോളജിക്കൽ ഡ്രാമ, ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ എല്ലായിടത്തും പ്രദർശിപ്പിക്കാവുന്ന തരത്തിലുള്ളൊരു സിനിമ നമുക്ക് കിട്ടിയേനെ. ഇത് പക്ഷേ യാഷിനെ സമീപിച്ചപ്പോൾ തന്നെ പരിപാടി പാളി. കാരണം യാഷ് KGFന് ശേഷം ചെയ്യേണ്ട ഒരു സിനിമയെ അല്ല ഇത്. അപ്പം തന്നെ അത് പാളി. പിന്നെ അതിൽ യാഷ് ഇടപെട്ട് ഇപ്പം യുനാനിമസ്ലി നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇപ്പം ഉറപ്പായിട്ടും വരും ദിവസങ്ങളിൽ ഗീതു മോഹൻദാസ് വന്ന് യാഷിനെ കുറ്റം പറയും, യാഷ് വന്ന് ഗീതു മോഹൻദാസിനെ കുറ്റം പറയും. അതങ്ങനെയൊക്കെ നടക്കാൻ വളരെയധികം സാധ്യത ഉണ്ട്. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് അവരുടെ ക്ലോസ് സർക്കിളിലെങ്കിലും അങ്ങനെ നടന്നിരിക്കും, ഉറപ്പാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ആദ്യം ഗീതു മോഹൻദാസ് മാത്രമായിരുന്നു എഴുത്ത്, പിന്നെ യാഷ് റിട്ടേൺ ചെയ്ത് പല സീൻസും മാറ്റിയതാണ്. അപ്പോൾ ഓൾറെഡി അവരുടെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് ഗീതു മോഹൻദാസ് ആദ്യം യാഷിനെ സമീപിച്ചപ്പോൾ തന്നെ അത് പാളി. പിന്നെ ഇത് യാഷിനെ കുറ്റം പറയണം. യാഷ് എന്തിനും ഈ സിനിമ സെലക്ട് ചെയ്തു? പുള്ളി ചെയ്യേണ്ട ഒരു സിനിമയല്ല. പുള്ളി ഓർത്ത് ഒരു മാസം ചെയ്തു, ഇനിയിപ്പം ഒരു ക്ലാസ് പടം ചെയ്യാൻ നേരത്തെ കമ്മിറ്റ് ചെയ്തായിരിക്കും. പക്ഷേ അതിനിടയ്ക്ക് ഇയാൾ ഇത് റിട്ടേൺ ചെയ്തപ്പോൾ തന്നെ ഇയാൾ അനാവശ്യമായിട്ടുള്ള മാസ് സീൻസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. KGFലെ റോക്കി ബായി വന്ന് ഈ സിനിമയിലൊക്കെ അഭിനയിച്ച് എങ്ങനെ ഇരിക്കും എന്നുള്ള പോലെയാണ് പുള്ളി അഭിനയിച്ചിട്ടുള്ളത്. പുള്ളിയുടെ ഡയലോഗ് ഡെലിവറിയും എഡിറ്റും പരിപാടിയും ഒക്കെ KGF2 ആണ്. എന്നിട്ട് ആ ഒരു കഥ അങ്ങനെ ഒരു ബന്ധമില്ലാതാണ് മൊത്തത്തിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ 2 പേരുടെ സൈഡിലും മിസ്റ്റേക്സ് ഉണ്ട്. പിന്നെ ഈ സിനിമ മൊത്തത്തിലൊരു മിസ്റ്റേക്കാണ്. ഇത് കണ്ട ഞാനും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് കാണാൻ പാടില്ലായിരുന്നു. നിങ്ങൾ കണ്ടാൽ നിങ്ങളും തെറ്റി. കാരണം ഇത് നമ്മുടെ പൈസയും സമയവും അത് അർഹിക്കുന്ന സിനിമയല്ല, വെറും കൂറ സിനിമ. പിന്നെ ഗീതു മോഹൻദാസിനോട് പറയാനുള്ളത്, സെയ്റ്റ് വീണ്ടും നിങ്ങളത് പറയൂ. കാരണം നിങ്ങൾക്ക് നിലപാടില്ല. എന്ത് നിലപാടാണുള്ളത്? ഈ സിനിമ കണ്ടിട്ട് പറയാമെന്ന് വെച്ചിരിക്കുമായിരുന്നു. കാരണം ഇത് നമ്മൾ അറിയാത്ത എന്തെങ്കിലും പ്രൊമോയിലൊക്കെ ഇവർ കാണിക്കാത്ത വല്ല സിനിമയിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു തേങ്ങയില്ല. ഇവർ പ്രോപ്പർ ഒബ്ജക്റ്റിഫൈ ആണ് ചെയ്തിരിക്കുന്നത്. ഇതിലെ ഓരോ സ്ത്രീകളെയും ഇത്രയും വലിയ സ്റ്റാർ കാസ്റ്റ് കിട്ടിക്കഴിഞ്ഞിട്ട്
ഇത്രയും 5 മെയിൻ ഫീമെയിൽ ആർട്ടിസ്റ്റുകളുണ്ട്. എന്ത് തേങ്ങയാണ് കാണിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഏകദേശം ഒരേപോലത്തെ എൻഡിങ്, ഒരു വ്യക്തമല്ലാത്ത എഴുത്തുകളൊക്കെ. നയൻതാരയുടെ ക്യാരക്ടറിലൊക്കെ ഭയങ്കര പ്രതീക്ഷ തോന്നിയാണ്, പക്ഷേ ഒരു കാര്യമില്ലാതായി പോയി അവസാനം. സൈഡിൽ കൂടെ ചുമ്മാ പോകുന്ന പെണ്ണുങ്ങളെ പോലും അനാവശ്യമായിട്ട് ഒബ്ജക്റ്റീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ മോശം സിനിമ. ഞാൻ റേറ്റിംഗ് നേരത്തെ പറഞ്ഞല്ലോ, ഒന്നുകൂടെ പറയാം, മൊട്ട.